വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ബോ തയ്യാറാക്കി എടുക്കാൻ നോക്കാനാണ്. ബോയ്സിൻ്റെ തീമിലൊക്കെ മിക്കവാറും വരാറുള്ള ബോ വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് വീഡിയോ കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് റെഡ് കളർ ഫോണ്ടൻ്റാണ്. റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് അവർ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോയും അതുപോലെ കേക്കിൽ ടോപ്പേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ഈ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട് ടോപ്പേഴ്സ് നമ്മൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ നമുക്ക് CMC പൗഡർ കുറച്ച് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ തൂവി കൊടുത്തതിന് ശേഷമാണ് നമ്മളത് പരത്തിയെടുക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഷുഗർ പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലവർ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഏറ്റവും നല്ല കോൺഫ്ലവറാണ്. പിന്നെ ഫോണ്ടൻ വർക്ക് ചെയ്യണ സമയത്ത് തലേദിവസം തന്നെ ടോപ്പേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് തലേദിവസം തന്നെ ചെയ്ത് വെക്കാം. നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെക്കാം. എന്നാലും നമുക്ക് പിറ്റേ ദിവസം കേക്കിൻ്റെ മുകൾക്ക് നല്ല ഹാർഡായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പം നല്ല ഫിനിഷിങ്ങും തോന്നി കിട്ടുള്ളൂ. നമുക്ക് തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഫോണ്ടൻ വർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ഞാനത് പരത്തിയെടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ബോയിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്ക് ചെറുതാണെങ്കിൽ ബോയും ചെറുത് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫോണ്ടൻ്റ് ബോ കേക്കിൽ റെഡിയാക്കാനായിട്ട് ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും പറ്റും. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് 2 സൈഡും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡും ഒപ്പാക്കിയിട്ട് ഒരേപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണ്ടൻ്റ് ഈ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും സെൻറ്ററിക്കായിട്ട് കൊണ്ടുവന്നിട്ട് 2 സൈഡിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വല്ല ടൂൾസോ, ഞാനിപ്പോൾ ഫോണ്ടൻ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കറക്റ്റ് ബോൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പേപ്പേഴ്സൊക്കെ ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹൈറ്റിലായിട്ട് വെക്കും. അത് ഹാർഡായി കിട്ടുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടും ചെയ്യും. എന്നിട്ട് ഇതാ 2 സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഷേപ്പിനാക്കിയെടുക്കുക. ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലുള്ള ഈ ടൂൾസ് മാറ്റിയിട്ട് ഞാൻ അവിടെ ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടിയും കറക്റ്റ് ബോൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഹാർഡായിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇത് താഴ്ന്ന് പോവും. ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പീസ് കൊണ്ട് നമുക്ക് നടുവിലായിട്ട് ഒരു കെട്ട് പോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ട്. ഇപ്പോൾ ചെറിയൊരു ഫോണ്ടൻ പീസ് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് ബാക്ക് സൈഡൊക്കെ ആയിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുൻഭാഗത്തേക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് അതിൽ ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. കേക്കിൻ്റെ തീം ഏതാണ്, കളർ തീം ഏതാണെങ്കിൽ ആ കളറിനനുസരിച്ചുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഹാർഡായിട്ട് നമ്മളെ കയ്യിൽ ഒട്ടാണ്ട് തന്നെ നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് തന്നെ കിട്ടും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം എന്ന് മാത്രം. പിന്നെ ഞാൻ കേക്ക് ചെയ്യണതിൽ ഇനി ഡബിൾ ടയറാണ്. അതിൽ ഫോണ്ടൻ കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സും വെച്ചിട്ട് അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് കാണിക്കാം.
അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഫൊണ്ടൻറ്റ് ബോ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.